ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഹോട്ടലിൻ്റെ ഇനോഗ്രേഷനാണ്. ഇനോഗ്രേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു ഹോട്ടലിൻ്റെ ഒരു ഉദ്ഘാടനം അത്രയാണ്. അമ്മയുടെ അടുക്കള നാടൻ ഭക്ഷണം, അതാണ് കേട്ടോ പേര്, അമ്മയുടെ അടുക്കള. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള റീജേച്ചിയാണ്. റീജേച്ചി വന്ന് ദീപം തെളിച്ച് മണിയൊക്കെ അടിച്ച്, പിന്നെ നമ്മൾ ഈ ഇനോഗ്രേഷൻ എന്ന് പറയുമ്പോൾ റിബൺ കട്ടിങ് ആണല്ലോ മെയിനായിട്ട്. അപ്പം റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ റീജേച്ചിയും, അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബശ്രീയുടെ ADS ആയിട്ടുള്ള പ്രസന്നേച്ചി കേട്ടോ. ആ ബ്ലൂ സാരി എടുത്തതാണ്, കണ്ണട ഇട്ടിട്ടുള്ള, അതാണ് പ്രസന്നേച്ചി. പിന്നെ ഞാൻ എല്ലാവർക്കും ലഡു കൊടുത്തു, മധുരം കൊടുക്കണമല്ലോ ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞേരം അമ്മ സ്റ്റൗ കത്തിച്ച് പാല് കാച്ചി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദോശേൻ്റെ അതിനെന്താ പറയുക, ദോശപ്പാൻ അല്ല ദോശക്കല്ല് അല്ലേ, ദോശക്കല്ല് കത്തിച്ച് അച്ഛൻ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. പിന്നെ ദോശ ചുടൽ തുടങ്ങിയിട്ടാണ്. നമ്മൾ തട്ടുദോശയാണ് മെയിൻലി, തട്ടുദോശ, നെയ്റോസ്റ്റും മസാല ദോശയും എല്ലാം ഉണ്ട്. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ തട്ടുദോശയാണ് ഉണ്ടാക്കിയിരുന്നത്. അതായത് എല്ലാവരും ഒന്ന് പറഞ്ഞ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും ആദ്യം റീജേച്ചി കൗൺസിലർ, പിന്നെ ADS പ്രസന്നേച്ചി, പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഒരു നെയ്ബറാണ് കേട്ടോ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഷെർലറ്റ് മാം ആണ്. അത് കഴിഞ്ഞേരം പിന്നെ ഇവിടുത്തെ അമ്മ, അപ്പുവേട്ടൻ്റെ അമ്മ, പിന്നെ അന്ന് വന്നിട്ടുള്ള ഏകദേശം എല്ലാവരും ഒന്ന് ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ചുട്ട്. പിന്നെ ഇത് വന്നിട്ട് ഷിംജിത്തേട്ടനാണ്, വാർഡ് കൗൺസിലറായിരുന്നു പണ്ടത്തെ, തൊട്ട് മുന്നത്തെ റീജേച്ചിൻ്റെ തൊട്ട് മുന്നത്തെ വാർഡ് കൗൺസിലറായിരുന്നു കേട്ടോ ഷിംജിത്തേട്ടൻ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം, ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പുട്ടും ചെറുപയർ കറിയും പൊറോട്ടയും ചിക്കൻ കറിയും കപ്പ പുഴുങ്ങിയത്, അത്രയായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഞാനാട്ടോ ഫസ്റ്റ് കഴിച്ച് തുടങ്ങിയത്. ദോശയും ചട്നിയും സാമ്പാറും ഫസ്റ്റ് തന്നെ കൂട്ടി, പിന്നെ ഒരു പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. അത് രണ്ടും ഞാൻ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ചൂടോടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടലിൽ നിന്ന് മാത്രമല്ല, ഒരു തട്ടുകട കൂടാതെ കാറ്ററിംഗ് സർവീസ് പോലെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കി പാഴ്സൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അമ്മേൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ഹോട്ടൽ തുടങ്ങുക, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ. അത് ഇന്നാണ് അതിനൊരു സമയമായത്. കുക്ക് എന്ന് പറയുന്ന അമ്മ തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ദിവസം പാക്കിങ്ങിന് എല്ലാവരും ഉണ്ടായിരുന്നു, മാമന്മാരും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി ചോറ്, പച്ചക്കറി, മീൻകറി, മീൻ പൊരിച്ചത്, അച്ചാർ, ഉപ്പേരി, അതൊക്കെയാണ് ഉണ്ടാവുക. ഇന്ന് പച്ചടി ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡിൻ്റെ കോംബോയ്ക്ക് ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്, 60 റുപ്പീസിൻ്റെ ഒരു കോംബോ. വൈകിട്ടത്തെ ഫുഡ് എന്ന് പറയാൻ ചായ, പിന്നെ എണ്ണക്കടികൾ, പഴംപൊരി, പത്തിരി, പരിപ്പ് വട, കായപ്പം, അങ്ങനത്തെ ഐറ്റംസും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള തട്ടുദോശയും സാമ്പാർ ചട്നി അത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോട്ടൽ അമ്മയുടെ അടുക്കള എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഹോട്ടൽ അമ്മയുടെ അടുക്കള എന്നുള്ള ഹോട്ടൽ സക്സസ്ഫുൾ ആക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. താങ്ക് യു.